Hi friends, എല്ലാവരും സേഫ് ആയിട്ടും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. ഞാൻ നിങ്ങളുടെ സ്വന്തം സോണി. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അയണിംഗ് ഒന്നും ചെയ്യാതെ സെറ്റ് മുണ്ട് എങ്ങനെ ഉടുക്കാം എന്നുള്ളതാണ്. സോ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം സെറ്റിൻ്റെ അറ്റത്ത് ഞാൻ ഇതുപോലെ ഒരു കെട്ടിട്ടിട്ടുണ്ട്. അത് നമ്മുടെ എന്താ പറയുക റൈറ്റ് സൈഡിലായിട്ട് നന്നായിട്ട് കുത്തുക. അതിനുശേഷം നമ്മൾ ഒരു ചുറ്റ് കറങ്ങി വരിക. ഇവിടെ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാതെ കേട്ടോ കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് ബിഗിനർ ആണെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അയണിംഗ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്കൊരു സാരി പെർഫെക്റ്റ് ആയിട്ട് ഉടുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ബാക്കിൽ സൈഡിലൊക്കെ നന്നായിട്ട് ടക്കിങ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള സാരിയുടെ ഭാഗങ്ങൾ ഒരു കറക്കവും കൂടെ കറങ്ങിയിട്ട് നേരെ ഷോൾഡറിൽ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഷോൾഡറിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം വേണ്ട ഈ ഒരു പല്ലുവിൻ്റെ ലെങ്ത് ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് വേണം ഷോൾഡറിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അത് മസ്റ്റായിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം കേട്ടോ. അതിനുശേഷം ഏകദേശം വെച്ചതിന് ശേഷം ഞാൻ എന്താ പറയുക വയറിൻ്റെ അവിടെയും കൂടെ ഒന്ന് ടക്കിങ് ചെയ്ത് ഇതുപോലെ ടക്കിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പ്ലീറ്റ്സ് എടുക്കാൻ തുടങ്ങാം. ഭയങ്കര ചെറിയ പ്ലീറ്റ്സ് ആണെങ്കിൽ ചെറിയ പ്ലീറ്റ്സ് എടുക്കാം. എനിക്ക് ഒരു മീഡിയം പ്ലീറ്റ്സ് ആട്ടോ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ മീഡിയം പ്ലീറ്റ്സ് എടുക്കുകയാണ്. പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിനെങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതെന്ന് എനിക്കറിയില്ല. തള്ളവിരലും നമ്മുടെ ചൂണ്ടുവിരലും വെച്ചിട്ടാണ് ഞാൻ പ്ലീറ്റ്സ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ലാസ്റ്റ് വരുന്ന ഒരു ബോർഡർ എപ്പോഴും നേരെ നമ്മുടെ എന്താ പറയുക ചെസ്റ്റിനോട് നേരെയായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു പിൻ വെച്ച് സെക്യൂർ ചെയ്യാം. സെക്യൂർ ചെയ്തിട്ട് നമുക്ക് ആദ്യം എടുത്ത പ്ലീറ്റ്സ് നമുക്ക് താഴത്ത് ഫോളോ ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി ട്രിക്കാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. നമ്മൾ ആദ്യമുള്ള ആ പ്ലീറ്റ്സ് എടുത്ത ഭാഗം നന്നായിട്ടൊന്ന് കുടയുക. അപ്പോൾ എന്തെങ്കിലും എന്താ പറയുക ചുളിവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് നേരെയായിട്ട് വരും. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പിടിച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. കുടഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്ലീറ്റ്സ് പെർഫെക്റ്റായിട്ട് വരികയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും. അതേപോലെ തന്നെ അയണിങ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി ഒരു പ്രസ്സിൻ്റെ ഒരു ഫീലും കൂടെ ഇതിന് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രസ് ഇങ്ങനെ കുടഞ്ഞെടുത്ത് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് പ്ലീറ്റ്സ് കിട്ടുമല്ലോ. അങ്ങനെ പ്ലീറ്റ്സ് ഞാനിപ്പോൾ ഒന്ന് എന്താ പറയുക ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇങ്ങനെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ പ്ലീറ്റ് എടുത്ത ഭാഗം നന്നായിട്ടൊന്ന് പിടിച്ചിട്ട് ആ അറ്റവും ഈ അറ്റവും തമ്മിൽ നമ്മൾ പിടിച്ച ഭാഗവും തമ്മിൽ നന്നായിട്ടൊന്ന് ഇങ്ങനെ കുടയുക. അങ്ങനെ കുടയുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രസ് ഫീൽ കിട്ടും. അതേപോലെ നല്ല സ്ട്രെയിറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി ആ ഒരു ഭാഗം തൊട്ടാണ് നമ്മൾ ബാക്കി എടുക്കേണ്ടത്. ഇപ്പം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ പ്രസ് ചെയ്ത പോലെ അയൺ ചെയ്ത പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോളോ ചെയ്തിട്ട് ബാക്കി നമുക്ക് പ്ലീറ്റ്സും അറേഞ്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്കിതുപോലെ ഷോൾഡറിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ വല്ല അലമാരയിലോ അല്ലെങ്കിൽ നമ്മുടെ ഡോറിലോ ഒക്കെ ഇങ്ങനെ ഒന്ന് കൊളുത്തി വെച്ചിട്ടോ നമുക്കിത് അറേഞ്ച് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അയൺ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടും. അയൺ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്താൽ മതി. എന്തായാലും ഞാൻ ചെയ്യാം. ഇത് അയൺ ഒന്നും ചെയ്യാത്ത ടൈപ്പ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ ഫിംഗേഴ്സ് വെച്ച് ഇതേപോലെ വരച്ചു കൊടുക്കുക. വരച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു എന്താ പറയുക ഒരു അയൺ ചെയ്ത ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ആ പെർഫെക്റ്റ് ആ പ്ലീറ്റ്സ് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ആ ഭാഗത്ത് പിൻ ചെയ്ത് കൊടുക്കാം. പിൻ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ നമ്മുടെ ചെസ്റ്റ് ഏരിയയുടെ എവിടെയും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടെ നമ്മുടെ ലെങ്ത് എല്ലാം പെർഫെക്റ്റ് ആണോ നോക്കിയതിന് ശേഷം ഞാനൊരു പിൻ ചെയ്യുകയാണ്. പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി താഴത്തെ ഭാഗത്തോട്ട് പോകാം കേട്ടോ. താഴത്ത് ഞാൻ ഇതേപോലെ നന്നായിട്ടൊന്ന് വലിച്ച് പിടിച്ചെടുക്കുകയാണ്. പിടിച്ചെടുത്തതിന് ശേഷം ഇവിടെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് വലിച്ചെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഇപ്പം നിങ്ങളൊരു ഷേപ്പ് വെയറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് അവിടെ നല്ല കേർവി ആയിട്ട് ആ ഭാഗം ഇരിക്കും. അതിനുശേഷം ഇങ്ങനെ ഒരു 2-3 ഞൊറിവുകൾ കൊടുത്തിട്ട് ആ ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് ആ ഭാഗം ഞാനൊരു പിൻ കൊണ്ട് സെക്യൂർ ചെയ്യുകയാണ്.
അങ്ങനെ എടുത്ത ഞൊറിവുകൾ ഇതേപോലെ കൈവച്ചൊന്ന് വീശി കൊടുക്കുക. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രസ് ഫീലായി കിട്ടാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ ബോർഡറൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആക്കി വെക്കുക. എന്നിട്ട് താഴത്തെ പ്ലീറ്റ്സ് നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് എടുക്കാം, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ സൗകര്യത്തിന് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് എടുക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ എടുത്ത പ്ലീറ്റ്സുകളൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്യുക. നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഹൈറ്റും അതേപോലെ തന്നെ അതിൻ്റെ ഒരു വിഡ്ത്തും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് പെർഫെക്റ്റ് ആക്കി വെച്ചതിന് ശേഷം മാത്രം വേണം നമ്മൾ പിൻ ചെയ്യാൻ വേണ്ടിയിട്ടോ. പിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അതും മുന്നേ കാണിച്ച പോലെ മുന്നേ നമ്മൾ ഷോൾഡറിൽ പ്ലീറ്റ്സ് എടുത്തില്ലേ, അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുകയാണ്. അതേപോലെ ഒന്ന് തൂത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒന്നും കൂടെ ഇങ്ങനെ പെർഫെക്റ്റായിട്ട് അടുങ്ങി കിടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഞാൻ ടക്കിങ് ചെയ്ത് കൊടുക്കുകയാണ്. ടക്കിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സെയിം പ്രോസസ്സ് ഒന്നും കൂടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലൊക്കെ നമുക്ക് പെർഫെക്റ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. ആരും വന്നിങ്ങനെ പിടിച്ച് തരാനോ നിൽക്കണ്ട. പക്ഷേ പിടിച്ച് തരുവാണെങ്കിൽ അതിൻ്റെ പെർഫെക്റ്റ്നെസ് ഒന്ന് വേറെ തന്നെ കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇതേപോലെ ഞാൻ കൈകൊണ്ട് വീശി ഞാൻ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു സൈഡ് ഭാഗവും കൂടെ നന്നായിട്ട് ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം പ്ലീറ്റ്സിന് നടുക്ക് ഭാഗം പിടിച്ചിട്ടൊന്ന് ചെറുതായിട്ട് പൊക്കി കൊടുത്തിട്ട് അറ്റം വരെ ഉള്ളത് ഞാനൊന്ന് ഇങ്ങനെ കുടഞ്ഞ് മെടഞ്ഞെടുക്കുകയാണ്. അങ്ങനെ എടുക്കാൻ നേരത്തെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ വേറെ ആരെങ്കിലും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമുക്ക് സപ്പോർട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു എന്താ പറയുക പെർഫെക്റ്റ്നെസ് വരുത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് ഞാനൊന്ന് കുടയുന്നുണ്ട്, അതേപോലെ ഒന്ന് ചീവിയും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ പ്ലീറ്റ്സിൻ്റെ അവിടെ ഞാനൊരു പിന്ന് കൊണ്ട് സെക്യൂർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യേണ്ട. അതിനുശേഷം ഞാൻ ബാക്കിൽ നമ്മളെ പ്ലീറ്റ്സിൻ്റെ ബാക്കി പോർഷൻ എടുത്തിട്ട് ബാക്കിലോട്ട് കൊണ്ടുവന്നിട്ട് ഇതേപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ടക്കിൻ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇന്നത്തെ ഈ ഒരു സാരി ഡ്രേപ്പിങ്ങിൽ ആകപ്പാടെ ഞാൻ 3-4 പിന്നാണ് ആകപ്പാടെ എടുത്തിട്ടുള്ളത് കേട്ടോ. സോ ഒരുപാട് പിന്നിൻ്റെ ഒന്നും ആവശ്യമില്ല പെർഫെക്റ്റായിട്ട് സാരി എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ആ ചെസ്റ്റ് ഏരിയയിലെ പ്ലീറ്റ്സൊക്കെ നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ ആ ഒരു സൈഡിൽ കാണുന്ന പ്ലീറ്റ്സും ഒക്കെ നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് പെർഫെക്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ ഫൈനൽ ടച്ചപ്പൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ആൻഡ് ആദ്യം നമ്മൾ പ്ലീറ്റ്സിൻ്റെ അവിടെ കുത്തിയ പിന്നെടുത്തിട്ട് അതൊന്ന് ബോർഡർ കഴിഞ്ഞിട്ടുള്ള ഭാഗം എടുക്കുക. ഒരു പ്ലീറ്റ് മാറ്റിയിട്ട് നമ്മൾ ഒന്ന് പിന്നുകൊണ്ട് കുത്തി കഴിഞ്ഞാൽ അതിങ്ങനെ വിരിഞ്ഞ് പോവുകയില്ല. അതേപോലെ തന്നെ പിൻ കൊണ്ട് കുത്തിയ പോലത്തെ വൃത്തിയായിട്ട് കാണുകയും ചെയ്യില്ല കേട്ടോ. അതൊരു ട്രിക്ക് തന്നെയാണ്. നിങ്ങൾ എന്തായാലും അത് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കൂ. സോ നമ്മുടെ സാരി ഡ്രേപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കമ്മലൊക്കെ ഇട്ട് എന്താ പറയുക മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനലായിട്ടുള്ള സാരി ഡ്രേപ്പിംഗ് റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും അത് പുറകെ വരുന്നുണ്ട് കേട്ടോ. നാളെയും മറ്റന്നാളും എന്തായാലും ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ലുക്ക് കാണാൻ വേണ്ടിയിട്ട്, മേക്കപ്പ് ലുക്ക് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്ന് ഇട്ടിരിക്കുന്ന ഞാൻ എല്ലാ ജ്വല്ലറി ഐറ്റംസും അതേപോലെ തന്നെ സാരിയുടെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.